നമസ്കാരം. ചെറിയ വലിയ ഒരു കാര്യം പറയാൻ വന്നതാണ്. ചെറുതാണോ വലുതാണോ എന്നുള്ളത് കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആണ് നമ്മുടെ ഇവിടെ അതിനുള്ള സുരക്ഷാ നടപടികൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ ഒക്കെ ചെയ്യേണ്ടതിന് പകരം, നേരത്തെ അത് കണ്ടെത്തി ചെയ്യേണ്ടതിന് പകരം ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുള്ളത്. പണ്ട് ഇതുപോലെ ഒരു ബസ് കത്തി, അതിന് ശേഷമാണ് എമർജൻസി എക്സിറ്റ് എല്ലാ ബസ്സുകൾക്കും നിർബന്ധമാക്കിയത്. അത് വർക്കിംഗ് ആണോ എന്ന് പോലും നോക്കുന്നുണ്ടാവുമെന്ന് അറിയില്ല. അതൊരു കാര്യം. അതുപോലെ ഇപ്പോൾ മഴക്കാലം വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, എത്രയോ പ്രാവശ്യം നമുക്ക് ഉരുൾപൊട്ടലും അതുപോലുള്ള ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിലെപ്പോഴും ഈ കാലവർഷത്തിൻ്റെ ഈ സമയത്ത് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ മരങ്ങൾ, റോഡിൻ്റെ സൈഡിലെല്ലാം മരങ്ങളൊക്കെ പൊട്ടി വീണൊരു പതിവുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ മുൻകൂട്ടി എന്തുകൊണ്ടാണ് കാണാത്തത്? മരം മുറിക്കണം എന്ന് നമ്മൾ പറയില്ല, പക്ഷേ ഈ കാലവർഷം വരുന്നതിന് മുമ്പ് ഈ മരത്തിൻ്റെ ഇലകൾ ഉള്ള കൊമ്പുകളെല്ലാം കൊമ്പുകൾ മാത്രം വെട്ടിക്കളഞ്ഞാൽ തന്നെ ഈ മരത്തിന് കാറ്റ് പിടിക്കില്ലല്ലോ. കാറ്റ് പിടിക്കുമ്പോഴാണല്ലോ ഈ മരം കടപുഴകി വീഴുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാലവർഷം എത്തുന്നതിന് മുന്നോടിയായിട്ട് അതിൻ്റെ ഇലകളൊക്കെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ പിന്നെ ഈ മരം വീഴുന്ന ഒരു സാധ്യത ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പം കാലവർഷം ശക്തി പ്രാപിക്കണം. അതുപോലെ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ അവരെ ഒന്ന് കുറച്ച് ദിവസം ഈ അതിതീവ്ര മഴ തീരുന്നത് വരെയെങ്കിലും ഒന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ഒരു സജ്ജീകരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കാതെ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതിപ്പോൾ ഏത് സർക്കാരാണെങ്കിലും, വലതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും, ഏത് പക്ഷം ഭരിക്കുകയാണെങ്കിലും ഈ ഒരു ന്യൂനത എപ്പോഴും എല്ലാ പ്രാവശ്യവും കണ്ടുവരാറുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഈ ചെത്ത് പയ്യന്മാർ, അല്ലെങ്കിൽ ചെത്ത് പയ്യന്മാരെന്ന് പറയുന്നില്ല, പൊതുവേ ഒരുപാട് ആളുകൾ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നുണ്ട്. ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുന്നു, അവർക്ക് ഫൈൻ വെക്കുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഹെൽമെറ്റ് വെക്കാതിരുന്നാൽ ആ വെക്കാതിരിക്കുന്ന വ്യക്തിക്ക് നഷ്ടം ആ വീട്ടുകാർക്കും മാത്രമാണുള്ളത്. പക്ഷേ വേറൊരു അപകടം പതിയിരിക്കുന്നത് ഇപ്പോൾ ഞാനൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണാറുള്ളതാണ്. തൊട്ട് മുന്നിൽ വലിയ വാഹനങ്ങൾ, ലോറിയാണെങ്കിലും ജീപ്പാണെങ്കിലും ഏതാണെങ്കിലും ബസ്സാണെങ്കിലും ഒക്കെ പലതും ഒരു കറുത്ത പുകയാണ്. അത് പുകപരിശോധന കേന്ദ്രത്തിൻ്റെ പടി പോലും കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കറുത്ത പുക, പ്രത്യേകിച്ച് ഒരു കയറ്റങ്ങളിലൊക്കെ ആവുന്ന സമയത്ത് ഈ വണ്ടി റേസ് ചെയ്യുമ്പോൾ ഈ പുകയാണ് ബാക്കിൽ പോകുന്ന ഈ ടു വീലേഴ്സിൻ്റെ ടു വീലറുമായിട്ട് പോകുന്ന ആളുകളെ ശ്വസിക്കുന്നത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നേർക്കാഴ്ചയാണത്. പ്രത്യേകിച്ചും ചില സമയത്തൊക്കെ ഈ ടു വീലറിൻ്റെ മുകളിൽ ഭാര്യ, ചെറിയ കുട്ടികൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ മുന്നിലുള്ള വാഹനത്തെ പെട്ടെന്ന് മറികടക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു മറികടക്കുന്നത് വരെയും ഇത് റേസ് ചെയ്യുമ്പോഴുള്ള ആ കറുത്ത പുക നേരെ ഇവരുടെ മുഖത്തേക്കാണ് വരുന്നത്. അത് അവർ നേരെ ശ്വാസകോശത്തിലേക്ക് കയറുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, എന്തുകൊണ്ടാണ് ഈ പുകപരിശോധനാ കേന്ദ്രത്തിൻ്റെ പുകപരിശോധനയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് എന്തുകൊണ്ടാണ് പോലീസ് പരിശോധിക്കാത്തതെന്ന് മനസ്സിലാവണം. പരിശോധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഇത്രയും കറുത്ത പുക എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയണില്ല. കാരണം അത് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ദോഷം ഉണ്ടാവുന്ന കാര്യമാണ്. ഹെൽമെറ്റ് എന്ന് പറയുന്നത് ആ വ്യക്തിക്കും അവരുടെ വീട്ടുകാർക്കും ആണ് അത് ബാധിക്കുന്നത്, മറ്റുള്ളവരെ അത് ബാധിക്കുന്നില്ല. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിറന്നു വീഴുന്ന കുട്ടികളെ വരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ മുന്നിൽ പോകുന്ന വാഹനങ്ങളുടെ കറുത്ത പുക. ഓരോ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള തെരുവുകളും അവരുടെ റോഡുകളും ആ ജനങ്ങളുടെ ഒരു അടുക്കും ചിട്ടയും ഒക്കെ നമ്മൾ നേരിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും ടി വിയിലാണെങ്കിലും ഇതിലാണെങ്കിലും ഓരോരുത്തരുടെ യാത്ര, സഞ്ചാരം പരിപാടിയിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ കാണും. അവരുടെ ഒരു കൾച്ചറ്, അവരുടെ ഒരു വൃത്തി, അവരുടെ ഒരു അവരുടെ ഒരു ജീവിത രീതി എന്നാണ് നമ്മുടെ നാടും. അതുപോലെ ഒരു വൃത്തിയുള്ള ഒരു പരിസരം, ഒരു കൾച്ചർഡായിട്ടുള്ള ഒരു ആളുകൾ ഒക്കെ എന്നാണ് ഇവിടെ ഉണ്ടാവുക.